ഞാൻ സാറിന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാത്തതാണ്. പക്ഷെ ഇന്നലെ രാത്രി ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഇന്നലെ രാത്രി ഇങ്ങനെ തകർപ്പൻ വീഡിയോ ഒക്കെ ഏതോ കുറച്ച് ആൾക്കാർ ഇട്ടു. അത് കണ്ട് കിളി പോയി രാത്രിയിലേക്ക്. ഞാൻ ചിരിച്ചോണ്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഊമ്പിയ വീഡിയോ ലൈഫിൽ കണ്ടിട്ടില്ല. നീ ഇങ്ങനത്തെ ആളാണല്ലേ. ഞാൻ കുറെ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ ഓരോരോ ടൈപ്പ് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര കൂതറ സിറ്റുവേഷനും കൂതറ വീഡിയോയും ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഞാനിപ്പോ എന്തോ പറയുന്നതൊക്കെ അറിയായിരിക്കും. ഇന്നലെ തൊപ്പി വന്നിട്ട് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ ഇന്നലെ തൊപ്പി ഒരു വീഡിയോ ഇട്ടു. അത് അവന്റെ ഗാങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെമ്പേഴ്സ് തമ്മിൽ ചെറിയ ചിന്ന ഫൈറ്റ്സ് നടക്കുന്നു. ചിന്ന ഫൈറ്റ്സ് എന്ന് പറയാ തുടക്കത്തിലൊക്കെ പറയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു വീഡിയോ മാറി എന്തുവാണ് ചില സൈറ്റ് മാറി ഇടുന്ന വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഇത് കണ്ടിട്ട് എനിക്ക് ആദ്യം തീരെ പരിചയമില്ലാത്ത സാധനങ്ങൾ കണ്ടാണ് മാമി പേടിച്ചിരിക്കുന്നത്. പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പേടിക്കില്ലായിരുന്നല്ലോ. എനിക്ക് കുറച്ച് കമന്റ് കണ്ടപ്പോ ഞാൻ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതും അവിടെ അടിച്ചുപോയി ഫിലമെന്റിന്റെ. തനിക്കൊരു ജെട്ടിട്ടുടോ കേട്ടാ ദൈവമേ. ഓ അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തു പറയണം എന്ന് മനസ്സിലാവില്ല. എന്നാലും സൈറ്റ് മാറി വീഡിയോ ഇട്ടതാ മോസ്റ്റ് പ്രോബ്ലി. കേട്ടാ ദയവ് ചെയ്ത് നാറ്റിക്കരുത്. ഇത്ര ഇംപ്രഷനബിൾ ഓഡിയൻസും ഇത്ര യങ് ഓഡിയൻസും ഉള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനത്തെ അതും ബ്ലർ ചെയ്തിട്ടുണ്ടെന്ന്. കേട്ടാ ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലർ പേരിലുണ്ടായിരുന്നു. ബ്ലർ എഴുതി വെച്ചിട്ടുണ്ടോ ഒന്നാമത്തെ. ആ ബ്ലർ ചെയ്ത് എഡിറ്റർ എന്ന് കാണിച്ചത് ഞാൻ അവന് പഠിപ്പിച്ചു കൊടുക്കുക എന്നെ ബ്ലർ ചെയ്യേണ്ടതെന്ന്. ബ്ലറിന്റെ ബി പോലും ഇല്ല ഇതിനകത്ത്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ. ഓ ദൈവമേ, ഇങ്ങനത്തെ ഒരു കൂതറ വീഡിയോ ഹൗ ക്യാൻ സമ്മൺ ലൈക്ക് അപ്ലോഡ്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. എത്ര പിള്ളേർ കാണുന്നതാണ്, കൊച്ചു പിള്ളേർ കാണുന്നതാണ്, ലൈക്ക് ലേഡീസ് വാച്ചിങ് ആണ് അവന്റെ കണ്ടന്റ് ആയിട്ട്. അവിടെ കയറി ഇങ്ങനെ തൂമ്പിയ വീഡിയോ ഇട്ടിട്ട് എന്ത് പറയാനാ, ലൈക്ക് ഇറ്റ്സ് സച്ച് എ ബാഡ് വീഡിയോ മാൻ. ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പോലും he didn't have to explicitly show it. സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി, സ്വന്തമായിട്ട് ഗ്യാങ് ഹൗസ് ഉണ്ടാക്കി, സ്വന്തമായിട്ട് ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് അവർ ഇത്ര വർഷമായിട്ട് കൂടെ നടന്ന്, എന്നിട്ട് ഈ ഇത്ര വർഷം കൂടെ നടന്നപ്പോഴൊന്നും സ്വഭാവമൊന്നും ആരുടെയൊന്നും മനസ്സിലായില്ല. കഴിഞ്ഞ 3 മാസം മുമ്പേ കണ്ട മനസ്സിലായെന്ന് തോന്നുന്നു. എടാ, നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. ചില ആൾക്കാർ പറയുന്നു എനിക്കറിയാവുന്ന നിഹാദ് വളരെ ഡീസന്റ് ആണെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. ഇത്രയ്ക്ക് ഡീസൻസി വേണമായിരുന്നോ? കുറച്ച് കുറയ്ക്കായിരുന്നു. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. ആയിട്ട് എപ്പോഴും പറയുമായിരുന്നില്ല തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാണ്, അങ്ങനെയാണ്, തെറി പറയാൻ പാടില്ല. ആ ആംഗിൾ ചിന്തിക്കുന്ന ഒരാൾ ഈ വീഡിയോ ഇടുന്നത് ഏത് എക്സ്ട്രീം സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും he didn't have to explicitly show it to like 1,30,000 concurrent watching people. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. അത് there's no reason for that. Okay, I'm really disappointed in this fellow man, like really seriously. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. അല്ല ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഇത്ര നാറ്റക്കേസിൽ ഞാൻ വരാറേ ഇല്ല. പക്ഷെ പറയാതിരിക്കാറില്ല പോലെ ഇത്ര കൂതറ നാറ്റക്കേസ്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. നിഹാദിന് അറിയാം നിഹാദിന്റെ ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന്. ഇത്ര നാളായിട്ട് അവന്റെ കൂടെ നിന്ന് ഇതൊരു അവന് ഐഡിയ കഴിഞ്ഞ ഇടയ്ക്ക് കിട്ടിയെന്ന് പറയുന്നത് വളരെ ഇറ്റ്സ് കൈൻഡ് ഓഫ് വിയേർഡ് മാൻ. ഇങ്ങനത്തെ വള്ളി വരുമ്പോ നമുക്കൊരു ഭൂരിഭാഗം ഒരു സമയത്ത് നമ്മൾ അറിയും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ്, നമ്മുടെ കമ്പാനിയൻഷിപ്പ് എങ്ങനെയാണെന്ന്. കേട്ടോ അന്നും അറിയാതെ ഒറ്റ നിമിഷത്തിൽ അറിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല, നിവൃത്തികേടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തേക്ക് ഒരു കണ്ടന്റ്. അതും ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അത് ഇന്നലത്തെ വീഡിയോ ഒട്ടുവിടാൻ പാടില്ലായിരുന്നു. അങ്ങനത്തെ ആ വീഡിയോ ഇടരുതായിരുന്നു. എത്ര പേര് കാണുന്നായിരുന്നു, പെൺപിള്ളേർ കാണുന്ന, കൊച്ചു പിള്ളേർ കാണുന്ന, ഒട്ടുവിടാൻ പാടില്ലായിരുന്നു. അവന്റെ മുഖത്ത് നോക്കി ഞാനല്ല പറയേണ്ടത്, രണ്ടാട്ടാണ്.